ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്ന സാഗർ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അകത്ത് നിന്ന് ആന്റിയമ്മയും കൃപയും സുജാതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് കൃപ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എന്തായി അച്ഛൻ ചേട്ടനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സാഗർ നല്ല വിഷമത്തോടുകൂടി കൃപയെ ആ കാര്യം അറിയിക്കുകയാണ്. ഞാൻ ചേട്ടനെ കണ്ടു, ചേട്ടൻ വരില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സാഗർ ഒന്ന് കരയുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് സാഗർ പിന്നെ കൃപയോട് അല്ലെങ്കിൽ തന്നെ കൃഷി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ വീട് കൃഷിന്റെ ആരുടേതാണെന്ന് ചോദിക്കുകയാണ്. ഈ വീടും കൃഷി തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവൻ പറഞ്ഞു ശരിയല്ലേ, ഈ വീടും നമ്മളുമായിട്ട് കൃഷ്ണന് എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വിതിമ്പിക്കൊണ്ട് സാഗർ ആന്റിയമ്മയുടെയും സുജാതയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സാഗർ സുജാതയുടെയും ആന്റിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് തന്റെ മനസ്സിലെ സങ്കടം എണ്ണി എണ്ണി പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് സുജാത കരയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയെ ഒന്ന് കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത്. അയ്യോ സുജാത, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ ആരുമല്ലല്ലോ കൃഷ്, നിന്റെ ചോരയല്ലല്ലോ കൃഷ്, നീ കൃഷ്ണന് വേണ്ടി കരയാൻ പാടില്ല, അതിനുള്ള ഒരു അർഹതയും നിനക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ആന്റിയമ്മ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. വാ സാഗർ, നമുക്ക് അകത്ത് പോയിട്ട് ഇരിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. അവൻ എന്നോട് പറഞ്ഞു ഞാൻ ചത്ത് കളയില്ല അച്ഛ എന്നാണ്, പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും പോരാ, അവൻ ജീവിക്കുമെന്ന് എനിക്കും എന്തെങ്കിലും വിശ്വാസം വേണ്ടേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ആന്റിയമ്മയോട്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ദേവ്ജിയെ വിളിച്ചു. കൃഷി ഇപ്പോൾ ദേവ്ജിക്കൊപ്പം ദേവ്ജിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. തുടർന്ന് സാഗർ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കൃഷി പെരുവഴിയില് റോട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇതല്ലേ എന്റെ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ചേച്ചിയമ്മേ. അച്ഛൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പോലും ഞാൻ ഒരു തോൽവിയാണ് ചേച്ചിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ കരയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സുജാത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ്. തുടർന്ന് ആന്റിയമ്മ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു പൊട്ടിത്തെറിക്ക് പിന്നാലെ ഒരു ശാന്തതയുണ്ടാകുമെന്ന് പറയുകയാണ്. നീ ധൈര്യമായി ഇരിക്കുമെന്ന് പറഞ്ഞ് സാഗറിന് ഒരു ധൈര്യം കൊടുക്കുകയാണ്. നീ തൽക്കാലം ഇവിടെ ഇരുന്ന് ആശ്വസിക്ക്, ഞാൻ സുജാതയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് കൃപ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃപ പിന്നെ അച്ഛനോട് ഏട്ടൻ ഒരുപാട് കരഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാ അച്ഛാ ഏട്ടന്റെ ജന്മത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നത്? ഏട്ടൻ നമ്മുടെയല്ലേ, ഏട്ടനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അച്ഛന് പേടിയാണെങ്കിൽ അച്ഛൻ എന്നോട് പറ, ഞാൻ ഏട്ടനെ കണ്ട് സംസാരിച്ച് ഏട്ടനെ തിരികെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃപ കരയുകയാണ്. തുടർന്ന് സാഗർ കൃപയെ ചേർത്ത് നിർത്തി കൃപയും ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഉറങ്ങി വരികയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ്. ദേവ്ജിയാണ് കൺമണിയെ വിളിക്കുന്നത്. തുടർന്ന് കൺമണി ഫോൺ എടുക്കുമ്പോൾ ദേവ്ജിയാണ് കൺമണിയോട് സംസാരിക്കുന്നത്. കൃഷി ഇപ്പോൾ എനിക്കൊപ്പം എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ദേവ്ജിയോട് അത് ശരി, ദേവ്ജിക്ക് കാര്യങ്ങളെല്ലാം മുമ്പ് അറിയാമായിരുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാം, പക്ഷെ ഇത് ഒരിക്കലും ആരും അറിയുമെന്ന് കരുതിയ കാര്യമല്ല ഇത്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണനെ എല്ലാം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം മാത്രമാണ് കൃഷ്ണൻ ഇപ്പോഴുള്ളത്. കൃഷ്ണൻ ഇപ്പോൾ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് അത് നീയാണ്. നീ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം കൃഷ്ണനുണ്ടെന്ന് പറയുകയാണ്. നിന്റെ തീരുമാനം എന്താണെന്ന് ദേവ്ജി കൺമണിയോട് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി തന്നെ തീരുമാനം പറയുകയാണ്. ദേവ് സാർ, ഞാൻ ക്രിഡ് സാറിനെയാണ് സ്നേഹിച്ചത്, അല്ലാതെ ക്രിഡ് സാറിന്റെ സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് സന്തോഷമാവുകയാണ്. നന്നായി, എന്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, അതിപ്പോൾ പോയി കിട്ടിയെന്ന്. കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ തന്നെ ഫോൺ കൃഷ്ണന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജി കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ദേവ്ജി ഫോൺ കൃഷ്ണന് കൊടുക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് ഞാൻ ഇവിടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണ അതെന്തായാലും നന്നേ, അച്ഛനെങ്കിലും സത്യം അറിയാമല്ലോ. എനിക്കാരില്ല എന്ന് കേട്ടപ്പോൾ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് എതിര് നിന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണി അങ്ങനെ ആരെങ്കിലും എതിര് നിന്നാൽ ഞാനത് അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൺമണി. സാർ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് തല പുണ്ണാക്കി സാറിനെ വേണ്ട എന്ന് പറയുമെന്ന് സാർ കരുതിയോ? എന്റെയും ബലരാമേട്ടന്റെയും കൂടിയുള്ള കാട്ടിലെ ഫോട്ടോസ് സാർ കണ്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇനി ഇതല്ല ഇതിനപ്പുറമുള്ള 100 സാഹചര്യങ്ങളിൽ എന്നെ കണ്ടാലും സാർ എന്നെ വിട്ടു പോകില്ല എന്ന്. അങ്ങനെയുള്ള സാറിനെ ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം? അങ്ങനെയുള്ള സാറിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന സാറിനെ ഞാൻ എന്തായാലും വിട്ടു പോകില്ല എന്നും പറയുകയാണ് കൺമണി. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി അധികം വൈകാതെ പോകും, അതിനു വേണ്ടത് എന്താണെന്ന് സാറ് തന്നെ ശരിക്കും ആലോചിക്കാൻ പറയുകയാണ്. ഈ കൺമണി ക്രിഡ് സാറിന്റെ പെണ്ണാണ്, അത് ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയേ ആയിരിക്കും എന്ന് പറഞ്ഞ് കൺമണി കൃഷ്ണന് വാക്ക് കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് ഒരു ആശ്വാസം കിട്ടുകയാണ്. താങ്ക് യു പറയുകയാണ്. തുടർന്ന് കൺമണി താങ്ക് യു എന്നൊരു വാക്ക് മാത്രം പോരാ, ഒരു മുത്തുകവയ്ക്ക് ആകാം. ഒരു കാര്യം ചെയ്യുക, സാറ് എന്തായാലും കുറെ ക്ഷീണിച്ചിരിക്കുകയാണ്, സാറ് ശരിക്കൊന്ന് ഉറങ്ങാൻ പറയുകയാണ്. ഞാൻ നാളെ രാവിലെ എന്തായാലും അങ്ങോട്ട് വരാം, അതുവരെ സാറ് എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് കൺമണി.
ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഫോൺ വയ്ക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറിന്റെ വീടാണ്. സുജാതയുടെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ട് സമാധാനമെല്ലാം പോയി ഊണുമുറിയിൽ വന്നിരുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് തലപൊകച്ച് ആലോചിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമൻ വരികയാണ്. തുറന്ന് ബലരാമൻ പിന്നെ അമ്മയോടാണ് സംസാരിക്കുന്നത്. ഞാൻ കൃഷ്ണ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കൃഷ്ണ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപയും ആന്റിയമ്മയും കൂടി വരികയാണ്. തുറന്ന് ബലരാമൻ പിന്നെ അമ്മയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ കൃഷ അമ്മയെ വിളിക്കേണ്ടതായിരുന്നല്ലോ, അമ്മയെ കൃഷി വിളിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സുജാത ബലരാമനോട് ഇല്ല, കൃഷ എന്നെ വിളിച്ചില്ല എന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ്. തുറന്ന് ബലരാമൻ ആന്റിയമ്മയോടും ആ ചോദ്യം ചോദിക്കുകയാണ്. കൃഷ ആന്റിയമ്മയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഇല്ല, എന്നെ ആരും വിളിച്ചില്ല എന്ന് പറയുകയാണ്. എല്ലാവരും നല്ല ഒഴുക്കൻ മട്ടിലാണ് അഭിനയിച്ച് തകർക്കുന്നത്. എന്നാൽ അത് കണ്ട് ബലരാമന് അതിലൊരു പന്തികേട് തോന്നുകയാണ്. നിങ്ങൾക്ക് എന്താണ് യാതൊരു കൂസലും ഇല്ലാത്തത്? കൃഷ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, പക്ഷെ നിങ്ങളുടെ മുഖത്ത് അത്തരത്തിലുള്ള യാതൊരു ഭാവമാറ്റങ്ങളും കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുറന്ന ആന്റിയമ്മ അതിന് കൃഷിദേവ്ജിയുടെ വീട്ടിലുണ്ടല്ലോ എന്ന് പറയുകയാണ് ബലരാമനോട്. എന്നാൽ അത് കേട്ട് ബലരാമനൊന്ന് ഞെട്ടുകയാണ്. എന്ത്, കൃഷിദേവ്ജിയുടെ വീട്ടിലുണ്ടെന്നോ? തുറന്ന കൃപ അതേ ഏട്ടാ, കൃഷിദേവ് സാറിന്റെ വീട്ടിലുണ്ടെന്നൊരു സമാധാനത്തിലാണ് ഇവിടെ എല്ലാവരും. എന്നാൽ അത് കേട്ട് ബലരാമന് നല്ല ദേഷ്യം വരികയാണ്. ശരിയാണ്, ദേവ്ജി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് എന്ന് കരുതി നമ്മുടെ കുടുംബകാര്യത്തിൽ ദേവ്ജി ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ബലരാമൻ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ കൂടി വരികയാണ്. തുറന്ന ബലരാമൻ പിന്നെ അച്ഛനോട് അച്ഛനൊന്ന് റെഡി ആയേ, നമുക്കിപ്പോൾ തന്നെ ദേവ്ജിയുടെ വീട്ടിൽ പോയിട്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ഗൗരവത്തിൽ ആരെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ആരെ എന്ന് പറഞ്ഞത് അച്ഛന് മനസ്സിലായില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണയെയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ വീണ്ടും നല്ല ഗൗരവത്തിൽ തൽക്കാലം അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട, നാളെ നേരം വിളിക്കട്ടെ എന്ന് പറയുകയാണ്. തുറന്ന ബലരാമൻ കൃഷി ചെയ്ത് തെറ്റ് തന്നെയാണ്, അവൻ ആ ബോർഡ് മീറ്റിംഗിന്റെ ഇടയ്ക്ക് കള്ളുകുടിച്ച് വരാൻ പാടില്ലായിരുന്നു, അത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി കൃഷിനെ ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ പോയിട്ട് കൃഷ്ണനെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയാണ്. കൃഷിദേവ്ജിയുടെ വീട്ടിൽ സമാധാനത്തോടു കൂടി കിടന്നോട്ടെ എന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് ബലരാമന് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, നിങ്ങൾ എല്ലാവരും ചേർന്ന് നൈസായിട്ട് കൃഷിനെ ഒഴിവാക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അത് ഞാൻ സമ്മതിച്ചു തരില്ല, കൃഷിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുകയാണ് ബലരാമൻ. തുറന്ന് സുജാത ഞങ്ങൾ കൃഷ്ണനെ വിളിച്ചതാണ്, പക്ഷെ അവൻ ഇങ്ങോട്ട് വരില്ല, അത് തീർത്തു പറഞ്ഞു എന്ന് ബലരാമനോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദേവ്ജിയെ വിളിച്ചു വരുത്തി കൃഷ്ണനെ ദേവ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും കൂടി പറയുകയാണ് സുജാത. പക്ഷെ ഈ നിമിഷം വരെ ബലരാമനെ കാര്യങ്ങളുടെ കിടപ്പൊന്നും മനസ്സിലായിട്ടില്ല. കൃഷി ഇവരുടെ മകനല്ല എന്നുള്ള സത്യമൊന്നും ബലരാമൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് ബലരാമൻ പിന്നെ ഇവരോട് അത് ശരി, ഞാൻ അറിയാതെ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ ബലരാമനെ വിളിക്കുകയാണ്. ഏട്ടൻ അറിയാത്ത വേറെ ചില കാര്യങ്ങളും കൂടിയുണ്ട് എന്ന് പറയുകയാണ്. ചേട്ടനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ചുള്ള വേറെ ചില കാര്യങ്ങൾ കൂടി ഏട്ടൻ അറിയേണ്ടതുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത നല്ല ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് കൃപയെ വിളിക്കുകയാണ്. കൃപ, എന്താ നിനക്ക് വേണ്ടത്? എല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ട് അഭിപ്രായം പറയുന്ന നിന്റെ ആ സൂക്കേട് നിർത്തിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയും ബലരാമനൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃപയോട് ദേഷ്യപ്പെടുകയാണ്. നീ മര്യാദയ്ക്ക് അകത്ത് കയറി പോകാൻ ആവശ്യപ്പെടുകയാണ്. നീ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് നീ സ്റ്റാൻഡ് വിട്ടോളാൻ പറയുകയാണ്. തുടർന്ന് കൃപ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് ബലരാമനെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ സാഗറിനോട് എന്താ അച്ഛാ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ഗൗരവത്തിൽ തൽക്കാലം ഒന്നും പറയാനില്ല, കൃഷിന്റെ കാര്യം അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം, കൃഷി ഇപ്പോൾ ദേവ്ജിയുടെ വീട്ടിലാണ്, സമാധാനത്തോടു കൂടി അവരവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. തൽക്കാലം അവരെ പോലെ നമുക്കും വിശ്രമിക്കാമെന്ന് പറയുകയാണ് സാഗർ. തുടർന്ന് ബലരാമൻ അവിടെ നിന്ന് പോയ ശേഷം ആന്റിയമ്മ പിന്നെ സാഗറിനോട് ബലരാമൻ നീ നിമിഷം വരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നീയും കൃഷ്ണൻ തമ്മിലുള്ള എന്തൊരു വഴക്കാണെന്ന് മാത്രമേ ബലരാമൻ കരുതിയിട്ടുള്ളൂ, യഥാർത്ഥ സത്യം എന്താണെന്ന് ബലരാമൻ അറിഞ്ഞിട്ടില്ല. തൽക്കാലം ആ സത്യം ആരും ബലരാമനെ അറിയിക്കാത്തതാണ് നല്ലത്. അവൻ എടുത്തു ചാടി എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ, അതുകൊണ്ട് ബലരാമൻ ഒരു കാരണവശാലും സത്യം അറിയാൻ പാടില്ല. എന്നാൽ അത് കേട്ട് സാഗറിന് നല്ല ദേഷ്യം വരികയാണ്. കൃഷിന്റെ കാര്യത്തിൽ നിങ്ങളാരും അത് ആലോചിച്ചില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ആന്റിയമ്മയോട്. ഇത്രയും നാള് മകനെ പോലെ സ്നേഹിച്ച കൃഷിനെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റി നിർത്തിയത് ഈ സുജാതയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സാഗർ സുജാതയെ കുറ്റപ്പെടുത്തുകയാണ്. നിനക്ക് കുറച്ച് മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷി ഫാനെല്ലാം തുടച്ചു വൃത്തിയാക്കി കയറെല്ലാം ഇട്ട് ഫാന്റെ ബലം നോക്കുകയാണ്. കൺമണി കാണുന്ന ഒരു സ്വപ്നമാണ്. കൺമണി ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് കൺമണി അച്ഛന്റെ കൂടെ രാത്രിക്ക് തന്നെ ഓട്ടോ പിടിച്ച് ദേവ്ജിയുടെ വീട്ടിലേക്ക് കൃഷ്ണ ജീവനോടെ ഒന്ന് കാണുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. തുടർന്ന് കൺമണി ദേവ്ജിയുടെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. തുടർന്ന് ദേവ്ജി വന്ന വാതിൽ തുറക്കുമ്പോൾ
കൺമണിയും കൺമണിയുടെ അച്ഛനെയുമാണ് കാണുന്നത്. എന്ത് പറ്റി കൺമണി എന്ന് ചോദിക്കുമ്പോൾ കൺമണി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ക്രിഡ് സാറ് എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ദേവികി ഒന്ന് ഞെട്ടുകയാണ്. അയ്യോ കൃഷ്ണിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. തുറന്ന കൺമണി കൃഷ്ണന്റെ മുറിയുടെ ഭാഗത്തേക്ക് ഓടി ചെല്ലുകയാണ്. തുറന്ന് ശ്രീനി ഉണ്ടായ കാര്യം ദേവികയോട് പറയുകയാണ്. കൺമണി ഒരു ദുസ്വപ്നം കണ്ടു. തുറന്ന കൺമണി വന്നിട്ട് കൃഷ്ണന്റെ വാതിലിട്ട് കൊട്ടുകയാണ്. ക്രിഡ് സാർ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാതിലിട്ട് കൊട്ടുകയാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് കൃഷ്ണൻ നല്ല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുകയാണ്. അങ്ങനെ വാതിൽ തുറന്നത് കൺമണി ആദ്യം തന്നെ നോക്കുന്നത് കൃഷ്ണിയല്ല, ആദ്യം തന്നെ നോക്കുന്ന മുകളിലേക്കാണ്, ആ ഫാനിലേക്കാണ് ആദ്യം തന്നെ നോക്കുന്നത്. തുറന്ന് ഫാനിൽ കയറൊന്നും കാണാതായപ്പോൾ കൺമണിക്ക് ആശ്വാസമാവുകയാണ്. എന്നാൽ കൺമണിയുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ കൃഷ്ണ കാര്യം മനസ്സിലാവുകയാണ്. ഞാൻ കെട്ടി തൂങ്ങി ചത്തു എന്നാണല്ലേ നീ സ്വപ്നം കണ്ടതെന്ന് കൺമണിയോട് ചോദിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി മോളെ. എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയുടെ കൈ പിടിച്ച് ഞാൻ എങ്ങോട്ടും പോകില്ല, ഞാൻ ഒരു കടുങ്കയും ചെയ്യില്ല എന്ന് പറയുകയാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാദ്യം നിന്നെ വിളിച്ചറിയിക്കും, അതിന്റെ ഒരു സൂചന ഞാൻ നിനക്ക് നൽകും. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ കൺമണിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൃഷ്ണനോട് കഴിഞ്ഞ ദിവസം കൺമണിയും ഞാനും ഒരുപാട് സംസാരിച്ചു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൺമണി എന്നോട് പറഞ്ഞു. സാറിനെ അവസാനമായി കണ്ടുവരുന്ന സമയത്തൊന്നും ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ കൺമണി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് സാറിനെ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല. സാറ് ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. സാറിന്റെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തുറന്ന് കൺമണി പിന്നെ ദേവിജിയോട് ക്രിഡ് സാർ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ് ഇല്ല ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി എങ്കിൽ ഞാൻ സാറിന് എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ് വേണ്ട കൺമണി എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ചെറിയ രീതിയിലൊക്കെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. തുറന്ന് ദേവിജി പിന്നെ കൺമണിയെ കളിയാക്കുകയാണ്. എന്താ കൺമണി നീ കാണിക്കുന്നത്? കൃഷിനെ ആശ്വസിപ്പിക്കാൻ വന്ന നീ ഇങ്ങനെ കൂടെ നിന്ന് കരഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൃഷ്ണനെ ഉപദേശിക്കുകയാണ്, കുറെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുകയാണ്. നീ ധൈര്യമായിരിക്കെ, ഇതും നീ അതിജീവിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു ധൈര്യം കൊടുക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.